നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഒരു എലിപ്സ് എന്ന് പറയുന്ന കോണിക് സെക്ഷൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിരുന്നു. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഒരു യൂഷ്വൽ നൊട്ടേഷനായിട്ട് എലിപ്സിൻ്റെ ഒരു ഇക്വേഷൻ കൊടുക്കാനായിട്ട് സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിനും ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലുള്ള ഒരു എലിപ്സ് എന്ന് പറയുന്നതായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണെന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നത്. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു: ദ ഇക്വേഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് എലിപ്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ് എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ഡെഫിനിഷൻസും അതേപോലെ തന്നെ പാരാമെട്രിക് ഇക്വേഷനും ഒരു പ്രോബ്ലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ്റെ ഒരു രണ്ട് ഡെഫിനിഷൻസ് പറയാനായിട്ട് ഒരു എലിപ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. എലിപ്സ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഫിഗറാണ്. ഇവിടെയാണ് നമ്മുടെ ഡയറക്ട്രിക്സ് ഉണ്ടാകുന്നത്, ഇവിടെയാണ് ഫോക്കസ് ഉണ്ടാകുന്ന എഫ് എന്ന് പറയുന്നത്. ഫോക്കസിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ഓൺ എലിപ്സ് ടു ദി ഡയറക്ട്രിക്സ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പറയുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ഫ്രം ഫോക്കസ് ടു പോയിന്റ് പി, ഒരു പോയിന്റ് പി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓൺ എലിപ്സ് പോയിന്റ് പിയിലേക്ക് ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസും പിയിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ, അതിൻ്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആവുമ്പോൾ, ദാറ്റ് മീൻസ് the distance from focus to the point is less than the distance from focus to the point to the directrix, that is line. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് എലിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് പോസിറ്റീവ് എക്സ് ആക്സിസിൽ നമ്മൾ ചെയ്യുമ്പോൾ ഫോക്കസ് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ഇത്തരം എലിപ്സ്. ഇതേപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് എക്സ് ആക്സിസിലും ഒരു ഫോക്കസ് ഉണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ് എക്സ് ആക്സിസിലും ഒരു ഡയറക്ട്രിക്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ആൻ എലിപ്സ് ഹാസ് 2 ഫോക്കസ്. ഇത് ഫോക്കസ് 1, ഇത് ഫോക്കസ് 2. എന്തുകൊണ്ടാണ് ഒരു എലിപ്സിന് 2 ഫോക്കസ് ഉണ്ടാകുന്നത് എന്നുള്ളത്? 2 പരാബോളയ്ക്ക് 2 ഫോക്കസ് നമ്മൾ കണ്ടിരുന്നില്ല, ഒറ്റ ഫോക്കസേ കണ്ടുള്ളൂ. എന്തുകൊണ്ടാണ് എലിപ്സിന് പുതിയ 2 ഫോക്കസ് കണ്ടേക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കൗതുകത്തിനായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് അന്വേഷിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് 2 ഫോക്കസ് ഒരു പരാബോളയ്ക്ക് ഉണ്ടാകണേ എന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് നോക്കുക. ഓക്കെ, സോ എനിക്കിവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ എലിപ്സിൽ നിന്ന് 2 ഡെഫിനേഷൻസ് പറയാനുള്ളത്, ഈ എലിപ്സ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്, എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് പോയിന്റിലാണ് അത് ടച്ച് ചെയ്യണേ? x0 എന്ന് പറയുന്ന ഇതാണ് എക്സ് ആക്സിസിലെ ഏതൊരു പോയിന്റും. സോ x0 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും എലിപ്സിൻ്റെ ഇക്വേഷൻ? അതേപോലെ വൈ ആക്സിസിൽ ടച്ച് ചെയ്യുമ്പോൾ, വൈ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സ് കോർഡിനേറ്റ് ഉണ്ടാവില്ല അല്ലേ? ഇങ്ങനത്തെ 2 പോയിന്റ്സ് ആകുമ്പോൾ ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്തായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ആ പോയിന്റ് ഏതാണ്, എക്സിൻ്റെ വാല്യൂ ഏതാണെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, സോ പരാബോളയാണ് നമ്മൾ ഈ എക്സ് ആക്സിസിലും ഇവിടെ ടച്ച് ചെയ്യുന്നത്, ഇവിടെ വൈ ആക്സിസിലും ടച്ച് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യാന്ന് പറഞ്ഞത് ഏത് പോയിന്റിലാണ്? x0 എന്ന് പറയുന്ന പോയിന്റിലാണ് അത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ x0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്തായിട്ട് മാറും? x0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ എലിപ്സ് ആ x0 എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് x0 എന്ന് പറയുന്ന പോയിന്റ് ഈ എലിപ്സിൻ്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഗെറ്റ്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടും അല്ലേ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ബട്ട് 0 സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് 0 ഇറ്റ് സെൽഫ്. സോ വി ക്യാൻ റീറൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1, ഓർ ഇൻ അതർ വേർഡ്സ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ആവണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? പ്ലസ് ഓർ മൈനസ് എ ആയിരിക്കണം അല്ലേ? സോ ദാറ്റ് മീൻസ് പ്ലസ് എ എന്ന് പറയുന്ന പോയിന്റിലും മൈനസ് എ എന്ന് പറയുന്ന എക്സ് കോർഡിനേറ്റ് ഉള്ള പോയിന്റിലും, ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഓർ മൈനസ് എ ആണെങ്കിൽ x0 എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലസ് a0, ദാറ്റ് ഈസ് a0 എന്ന് പറയുന്ന പോയിന്റും മൈനസ് a0 എന്ന് പറയുന്ന പോയിന്റും, ഈ 2 പോയിന്റ്സിലാണ് എന്ത് ചെയ്യുന്നത്? എലിപ്സ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നത്. സോ പ്ലസ് a0 എന്ന് പറയുന്ന പോയിന്റിലും മൈനസ് a0 എന്ന് പറയുന്ന പോയിന്റിലുമാണ് ഇത് ടച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി 0 വൈ ആവുന്ന കേസിൽ എന്ത് സംഭവിക്കുന്നു? 0 വൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് 0 സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു വരും. സോ 0 സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും, ഓർ വി ക്യാൻ റീറൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 അല്ലേ?
വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് എഴുതാം വൈ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. ഓർ ഇൻ അതർ വേർഡ്സ് വൈ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് ബി വരും. സോ പ്ലസ് ഓർ മൈനസ് ബി, ബൈ വാല്യൂ ടച്ച് ചെയ്യുന്നത് ഇവിടെയും ഇവിടെയാണ്. സോ പ്ലസ് ഓർ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 0 മൈനസ് ബിയും 0 പ്ലസ് ബിയും ഈ രണ്ട് പോയിൻറ്റ്സിലാണ് എന്ത് ചെയ്യുന്നത്? ഈ എലിപ്സ് വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്നത്. ഈ രണ്ട് പോയിൻറ്റ്സിലാണ് എലിപ്സ് വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ -a0 എന്ന് പറയുന്ന പോയിന്റിലും +a0 എന്ന് പറയുന്ന പോയിന്റിലും എലിപ്സ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യും. 0b എന്ന് പറയുന്ന പോയിന്റിലും 0 - b എന്ന് പറയുന്ന പോയിന്റിലും വൈ ആക്സിസ് ടച്ച് ചെയ്യും. ഓക്കെ, സോ ഒരു ഫിഗർ ഇതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. -a0 +a0 എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് മേജർ ആക്സിസ്. ഓക്കെ, സോ മേജർ ആക്സിസ് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം -a0 ആൻഡ് +a0. ദാറ്റ് ഈസ് ഡൈഫോക്കൽ ലെങ്ത്. ബൈഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഡൈഫോക്കൽ ലെങ്ത് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഓർ മേജർ ആക്സിസ് എന്നാണ് പറയുന്നത്. ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ ഡൈഫോക്കൽ ലെങ്ത് അല്ല, മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ഡൈഫോക്കൽ ലെങ്ത് വേറെയാണ്. മേജർ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം 0 ടു ദ പോയിന്റ് അറ്റ് വിച്ച് ദ എലിപ്സ് the distance between the points at which the ellipse touches x-axis. ഓക്കെ, സോ രണ്ട് സ്ഥലത്താണ് എലിപ്സ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നത്. a0 എന്ന് പറയുന്ന ഈ പോയിന്റിലും -a0 എന്ന് പറയുന്ന പോയിന്റിലും. അപ്പോൾ -a0 മുതൽ +a0 വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ പറയും മേജർ ആക്സിസ്. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? -a0 മുതൽ +a0 വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2a അല്ലേ? സോ ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ഓക്കെ, മേജർ ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2a ആണ്. ബിക്കോസ് a - a the whole square plus 0 - 0 the whole square ൻ്റെ റൂട്ട്, ദാറ്റ് ഈസ് 2a. അപ്പോൾ അതാണ് മേജർ ആക്സിസ്. ഓർ വി ക്യാൻ സീ ഫ്രം ഹിയർ, ഇവിടെ മുതൽ 0 മുതൽ ഇവിടം വരെ a ഡിസ്റ്റൻസ്, 0 മുതൽ ഇവിടം വരെ a ഡിസ്റ്റൻസ്. -a ആണെങ്കിലും ദ മോഡുലസ് വാല്യൂ ഈസ് a. സോ 2a ഈസ് ദ ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. നൗ 0b മുതൽ 0 - b വരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the points at which the ellipse touches the y-axis. അതിനെ നമ്മൾ എന്ത് പറയും? മൈനർ ആക്സിസ് എന്ന് പറയും. ഓക്കെ, സോ ഏതൊക്കെ പോയിന്റ്സ് തമ്മിലാണ്? 0b, 0 - b. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ മൈനർ ആക്സിസ് എന്ന് പറയും. സിമിലർ ടു ദി മേജർ ആക്സിസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മൈനർ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ഇസ് നത്തിങ് ബട്ട് 2b അല്ലേ? 2b എന്ന് പറയുന്നതാണ് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത്. സോ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സുകളും കിട്ടും. ഫോക്കസ് എന്ന് പറയുന്നത് ഇതാണ്. രണ്ട് ഫോക്കസ് ഉണ്ട്, മേജർ ആക്സിസ് ഉണ്ട്, മൈനർ ആക്സിസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെയുള്ളത്? ഡയറക്ട്രിക്സ് ഉണ്ട്. രണ്ട് ഡയറക്ട്രിക്സുകളുണ്ട്. x = a/e, x = -a/e ആൻഡ് ഫോക്കസ് ഉണ്ട്. സോ ഇതാണ് ഒരു എലിപ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. എലിപ്സ് സെൻറ്റർ എന്താണെന്നുള്ളത് നമുക്കറിയാം, ഫോക്കസ് എന്താണെന്നുള്ളത് അറിയാം. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഡെഫിനിഷൻസിൽ മേജർ ആക്സിസും മൈനർ ആക്സിസുമാണ്. ഓക്കെ, സോ ഇത്രയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ആൻ എലിപ്സ് അല്ലെങ്കിൽ ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് നമുക്ക് കിട്ടും അല്ലേ? ഇറ്റ് ഇസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു വൈ. അതായത് എക്സിന് പോസിറ്റീവും നെഗറ്റീവ് കൊടുത്താലും രണ്ടും സെയിം ആൻസർ എന്ന് നമുക്ക് കിട്ടാം. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്, അതായത് വൈ ആക്സിസ് പോസിറ്റീവോ നെഗറ്റീവോ കൊടുക്കട്ടെ, സെയിം ഇക്വേഷൻ തന്നെ കിട്ടും. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ദിസ് ഈസ് സിമെട്രിക്. എക്സിന് പോസിറ്റീവോ നെഗറ്റീവോ കൊടുത്തോട്ടെ, സോ സെയിം ഇക്വേഷൻ തന്നെ കിട്ടും. സോ ഇറ്റ് ഈസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ്. ഓക്കെ, സോ ഫിഗറിൽ നിന്ന് തന്നെ നമുക്കത് കാണാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ബിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇക്വേഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? നമുക്ക് ഇക്വേഷനായിട്ട് ഉണ്ടായിരുന്നത് ഇറ്റ് ഇസ് a × √1 - e² അല്ലേ? a × √1 - e². നൗ 1 - e² എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആണ്. ബിക്കോസ് e എന്ന് പറയുന്നത് <1 ആണ് അല്ലേ? e ഈസ് <1 ആയിരുന്നു. സോ e² വിൽ ബി സ്ട്രിക്ട്ലി <1. e² അതിലും ചെറിയൊരു വാല്യൂ ആയിരിക്കും. സോ 1 - e² എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. സോ a × ഒരു ചെറിയ വാല്യൂവിൻ്റെ റൂട്ട്, ചെറിയ വാല്യൂ മീൻസ് <0, <1 ആയിട്ടുള്ളൊരു വാല്യൂവിൻ്റെ റൂട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ബി സ്ട്രിക്ട്ലി <a അല്ലേ? ബി സ്ട്രിക്ട്ലി <a. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ദ മേജർ ആക്സിസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ മൈനർ ആക്സിസ്. മേജർ ആക്സിസ് എല്ലായ്പ്പോഴും
വലുതായിരിക്കും. അപ്പോൾ വലുതായിട്ടിരിക്കുന്ന വാല്യൂസിനെയാണ്, വലുതായിട്ടിരിക്കുന്ന ആക്സിസ് നമുക്ക് മേജർ ആക്സിസും മൈനർ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും ചെറിയ ഡിസ്റ്റൻസും ആയിരിക്കും. ഓക്കെ, സോ മൈനർ ആക്സിസ് ആൻഡ് മേജർ ആക്സിസ് ആർ ദ ടു മെയിൻ ഇക്വേഷൻസ് വി ഹാവ് ടു സ്റ്റഡി. ഇനി അടുത്തൊരു പാരാമെട്രിക് ഫോം ഓഫ് ആൻ എലിപ്സ് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എലിപ്സിൻ്റെ പാരാമെട്രിക് ഫോം. പാരാമെട്രിക് ഫോം എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്? പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മുടെ വാല്യൂസ്, വേരിയബിൾസിനെ ഒരു വേരിയബിളിൻ്റെ മാത്രം രീതിയിലേക്ക് എഴുതുന്നതിനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ എലിപ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? വാട്ട് വാസ് ദ ഇക്വേഷൻ ഓഫ് എലിപ്സ്? x square by a square plus y square by b square equal to 1. ഇതിന് ഇപ്പോൾ ഒരു പാരാമെട്രിക് ഇക്വേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിനും വൈ എന്ന് പറയുന്ന വേരിയബിളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ. ഓക്കെ, സോ ഞാൻ എടുക്കുന്നത് എക്സ് എന്ന് പറയുന്നത് എ കോസ് ടി എടുത്തു, എ കോസ് ടി. വൈ എന്ന് പറയുന്നത് ബി സൈൻ ടി. ഓക്കെ, ഈ രണ്ട് പോയിന്റ്സുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതൊരു പോയിന്റിനെയും ഏതൊരു കോർഡിനേറ്റ്, ഈച്ച് പോയിന്റ് ഓഫ് ദ കോർഡിനേറ്റ് പെയർസ് ഹാവിംഗ് എക്സ് ഈക്വൽ ടു എ കോസ് ടി ആൻഡ് വൈ ഈക്വൽ ടു എ സൈൻ ടി, വെൻ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ ദിസ് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? എ സ്ക്വയർ കോസ് സ്ക്വയർ ടി. സോ അവിടുത്തെ എ സ്ക്വയറും ക്യാൻസൽ ചെയ്യും അല്ലേ? സോ യു വിൽ ഗെറ്റ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് വൈയുടെ വാല്യൂ ബി സൈൻ ടി ആണ്. സോ വൈ സ്ക്വയർ വിൽ ബിക്കം ബി സ്ക്വയർ സൈൻ സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഓർ ഇതിൽ നമുക്ക് എ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, ബി സ്ക്വയർ ക്യാൻസൽ ചെയ്യാം, ബിക്കോസ് ദേ ആർ നോട്ട് ഈക്വൽ ടു 0. സോ കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഇസ് ഈക്വൽ ടു 1. സോ ദിസ് ഇക്വേഷൻ ഇസ് എ ട്രൂ ഇക്വേഷൻ. നമ്മളുടെ ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ് വിച്ച് ഇസ് ട്രൂ. സോ ദാറ്റ് മീൻസ് നമുക്ക് ഏതൊരു കോർഡിനേറ്റിനെയും ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ്. ഓർ ഇൻ അതർ വേർഡ്സ്, ഈച്ച് പോയിന്റ് വിത്ത് കോർഡിനേറ്റ്സ് ലൈക്ക് ദിസ് ലൈസ് ഓൺ ദി എലിപ്സ്. അല്ലെങ്കിൽ നമുക്ക് പാരാമെട്രിക് ഇക്വേഷനായിട്ട് എങ്ങനെ എഴുതാൻ സാധിക്കും? ഒരു എലിപ്സിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ് ഈസ്, എലിപ്സിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു എ കോസ് ടി ആൻഡ് വൈ ഈക്വൽ ടു ബി സൈൻ ടി ഫോർ എനി വാല്യൂ ഓഫ് ടി. ഓക്കെ, യൂഷ്വലി വി ടേക്ക് ടി ടു ബി ബിറ്റ്വീൻ മൈനസ് പൈ ആൻഡ് പ്ലസ് പൈ. നമ്മുടെ യൂഷ്വലി നമ്മുടെ ട്രിഗണോമെട്രിക് വാല്യൂസിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മൈനസ് പൈ പ്ലസ് പൈ എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ എന്താണ് മൈനസ് പൈ പ്ലസ് പൈ എന്ന് പറയാൻ കാരണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ്. ഇനി വേറൊരു ചെറിയ ഹോംവർക്കും കൂടി ഞാൻ തരികയാണെങ്കിൽ, വി ക്യാൻ ഓൾസോ സേ ദാറ്റ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ and b is equal to, or y is equal to b into 2t divided by 1 plus t square, where t is a real number. ഇത് ട്രിഗണോമെട്രിക് ഇക്വേഷൻ അല്ലാത്തൊരു ഇക്വേഷനാണ്. ദിസ് ഈസ് ഓൾസോ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ്. ദിസ് ഇസ് നോട്ട് എ ട്രിഗണോമെട്രിക് ഇക്വേഷൻ. ട്രിഗണോമെട്രിക് അല്ലാത്ത ഒരു പാരാമെട്രിക് ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. ഇത് പാരാമെട്രിക് ഇക്വേഷൻ ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ആൻ ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, എലിപ്സിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? എക്സ് ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ ബൈ 1 പ്ലസ് ടി സ്ക്വയർ എന്ന് പറയുന്നതും വൈ ഈക്വൽ ടു ബി ഇൻറ്റു 2t ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടി സ്ക്വയർ എന്ന് പറയുന്നതും എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് വൺ ഈക്വൽ ടു 1 എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താണ്? നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ ആണെന്ന് പറയാം. ഓർ ദാറ്റ് വാല്യൂ സാറ്റിസ്ഫൈസ് ദിസ് ഇക്വേഷൻ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, സോ അതൊരു ജസ്റ്റ് ഒരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. ഓക്കെ, സോ നൗ വി ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, നമുക്ക് വി ഹാവ് എ ആർബിട്രറി കോഡ് പി ക്യു. വി ഹാവ് എ കോഡ് പി ക്യു. ദിസ് എ കോഡ് പി ക്യു ഓൺ ഓഫ് ആൻ എലിപ്സ്. ഒരു എലിപ്സിൽ ഒരു കോഡ് ഉണ്ട് പി ക്യു എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് എലിപ്സ് ഈസ് ഹാവിങ് ആൻ ഇക്വേഷൻ ഓൺ എലിപ്സ്. ആൻഡ് എലിപ്സിൻ്റെ ഇക്വേഷൻ ഇതാണ്: എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതിൻ്റെ ഒരു ആർബിട്രറി കോഡാണ്, ഒരു സാധാ കോഡാണ് നമ്മൾക്ക് പി ക്യു എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് എം ടു ബി. എം എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ആണ്. ഓക്കെ, മിഡ് പോയിൻ്റ് ഓഫ് പി ക്യു. ഈ കോഡിൻ്റെ മിഡ് പോയിൻ്റ് ആണ് പി ക്യു. ഓക്കെ, വി ആർ ആസ്ക്ഡ് ദാറ്റ് we have to prove that, or we are asked to prove that the expression slope of OM, where O is the center of the chord, into slope of PQ, this expression is independent of the choice
of P and Q. That means ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ P എന്ന് പറയുന്ന കോർഡിനേറ്റിനെയോ Q എന്ന് പറയുന്ന കോർഡിനേറ്റിനെയോ ഇത് യാതൊരു വിധത്തിലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഇഫ് യു ആർ ടേക്കിംഗ് എനി പി ക്യു ഇൻഡിപെൻഡൻറ്റ് ഓഫ്, നമ്മൾ ആർക്ക് വേണമെങ്കിലും, ഇപ്പം ഞാൻ എടുക്കുന്ന പി ക്യു തന്നെ ആവണമെന്നില്ല നിങ്ങൾ എടുക്കുന്ന പി ക്യു, മാത്രമല്ല അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിഡ് പോയിൻ്റ് ആയിട്ടുള്ള എമ്മും ഈക്വൽ ആവണമെന്നില്ല. ഞാൻ കൺസിഡർ ചെയ്യുന്ന പി ക്യു പോലെ തന്നെ ആവണമെന്നില്ല നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന പി ക്യു. അപ്പം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എടുത്താലും നമ്മൾ പക്ഷേ ഞാനും നിങ്ങളും സ്ലോപ്പ് ഓഫ് ഈ ഒരു എക്സ്പ്രഷൻ സ്ലോപ്പ് ഓഫ് ഒ എമ്മും സ്ലോപ്പ് ഓഫ് പി ക്യൂവും കണ്ടിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഇക്വേഷനും അല്ലെങ്കിൽ എക്സ്പ്രഷനും നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പ്രഷനും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. വാട്ട് എവർ യു ടേക്ക് ദ ചോയ്സ് ടു ബി പി ആൻഡ് ക്യൂ, ദിസ് എക്സ്പ്രഷൻ ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദാറ്റ് ചോയ്സ്. ദാറ്റ് മീൻസ് വി ക്യാൻ ടേക്ക് എനി പി ക്യൂ, and if we are finding slope of m OM and slope of PQ, we will get the same answer. That is what we have to prove. Okay, slope of PQ into slope of OM എന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കണം. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ചോയ്സ് ഓഫ് PQ എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കണം. ഓക്കെ, വാട്ട് എവർ യു ടേക്ക് ദ PQ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റഫായിട്ടൊരു ഫിഗർ വരയ്ക്കുകയാണ്, ജസ്റ്റ് എനിക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സോ ഞാനിവിടെ ഒരു എലിപ്സ് വരച്ചു and I am taking the code PQ. Any code you can take. ഞാനിവിടെ എങ്ങനെയാണ് വരച്ചേക്കുന്നത്, ടെക്സ്റ്റിൽ വേറെ രീതിയിലാണ്, ഞാൻ ഇങ്ങനെ ഒരു PQ എന്ന് പറയുന്ന ഒരു കോഡ് എടുത്തു. ഓക്കെ, ആൻഡ് ഐ ആം ടേക്കിംഗ് M to be the center of this one, and this is the center O of the ellipse. The M is the midpoint of PQ and this is the center O of an ellipse. M does not seems to be the midpoint. ഇത്രയും കൂടി ഇങ്ങോട്ട് നീക്കിയിട്ട് ഫിഗറിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫിഗറിൻ്റെ ഇത് വരയ്ക്കുമ്പോൾ ദിസ് മസ്റ്റ് ബി ദ മിഡ് പോയിന്റ് ഓഫ് PQ, M എന്ന് പറയുന്നത്, and O is the center of an ellipse. Okay, I have to find OM and PQ യുടെ slope. I have to find the slope of OM and slope of PQ. So I am drawing OM here. Okay, I am finding the slope of OM, the line segment OM, and I have to find the slope of line segment PQ, and I have to multiply each other. So I am taking the coordinates of P and Q to be whatever it is. You can take any coordinate, I can take any coordinate. You can take the second parametric equation. I can take the first parametric equation, that is A cos T1, comma B sin T1. So this is the first point T1. This is the first point P, and I am choosing Q to be A cos T2 and B sin T2. So this is the importance of the parametric equation. നമുക്ക് parametric equation കൊടുക്കുമ്പോൾ നമുക്ക് T എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. നമുക്ക് മറ്റേടത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x²/a²+y²/b² = 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ എക്സും വൈയും വേരിയബിളാണ്. സോ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് 2 വേരിയബിൾസ്. ബട്ട് ഹിയർ ഇഫ് ഐ എം ടേക്കിംഗ് ദ പാരാമെട്രിക് ഇക്വേഷൻ, ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഓൺലി ദ വേരിയബിൾ t. So I can give the choice T1 to the first point. T1 എന്ന് പറയുന്ന T എടുക്കുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള P കിട്ടണമെന്നും T2 എന്ന് പറയുന്ന വേരിയബിൾ എടുക്കുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് പോയിന്റ് ആയിട്ടുള്ള Q കിട്ടണമെന്നും നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കും. ബിക്കോസ് വി ആർ ടേക്കിംഗ് ദ പാരാമെട്രിക് ഇക്വേഷൻ. സോ നമ്മുടെ T വെച്ചിട്ടാണ് നമ്മുടെ പോയിന്റ്സ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്, അല്ലാതെ എക്സും വൈയും 2 പോയിന്റ്സ് വെച്ചിട്ടല്ല. ഐ എം ജസ്റ്റ് ടേക്കിംഗ് T. ഓക്കെ, സോ ഇത് വെച്ചിട്ടാണ് നമ്മുടെ പോയിന്റ് PQ എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്നത്. Okay, so by the midpoint formula, what will be the coordinates of Q? The coordinates of Q will be x1 plus x2 by 2, comma y1 plus y2 by 2. So here x1 എന്ന് പറയുന്നത് എന്താണ്? A cos T1 and x2 എന്ന് പറയുന്നത് A cos T2. So x1 plus x2 divided by 2, or in other words I can write it as, I am taking a smaller size brush. x1 is A cos T, so A cos T1 plus A cos T2 by 2, or it can be written as A by 2 cos T1 plus A by 2 cos T2, or we can take A by 2 outside. So A by 2 cos T1 plus T2. This is the x coordinate of M, and y coordinate of M is y1 plus y2 by 2. y1 is b1 sin T1 and b sin T1, and y2 is b sin T2. So the coordinate of y coordinate of M is b sin T1 plus b sin T2 divided by 2, or if you are taking b by 2 outside, we will get b by 2 into sin T1 plus sin T2. Okay, so this is the coordinates of M. M ന്റെ coordinate എന്ന് പറയുന്നത് A by 2 cos T1
plus t2 cos t2 comma b by 2 sin t1 plus sin t2 by midpoint formula. നമ്മൾ ഓൾറെഡി മിഡ് പോയിന്റ് ഫോർമുല പഠിച്ചിട്ടുണ്ട്. സോ മിഡ് പോയിന്റ് ആണ് എം എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണ് പിയുടെയും ക്യൂടെയും. സോ കോർഡിനേറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, സോ നൗ ഐ എം ടേക്കിംഗ്, സോ നമുക്ക് കോർഡിനേറ്റ്സ് ഒക്കെ ആയി. ആൻഡ് ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് ഇറ്റ് വിൽ ബി ഷുവർലി 0 0. Obviously it is 0 0. So I am taking the slope of PQ as well as OM. That is what I want. PQ into OM. Adinte slope of PQ into slope of OM. I have to take. I have to get it to be independent of P and Q. അതായത് P നെ ഡിസൈഡ് ചെയ്യുന്ന T1 Q നെ ഡിസൈഡ് ചെയ്യുന്ന T2 നമ്മൾക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ ഉണ്ടാവില്ല. Pൻ്റെയും Qനെയും ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്? T1ഉം T2 ആണ് അല്ലേ? T1 വെച്ചിട്ടാണ് Pകൾ കണ്ടുപിടിക്കുന്നത്, T2 വെച്ചിട്ടാണ് Qകൾ കണ്ടുപിടിക്കുന്നത്. സോ ദാറ്റ് മീൻസ് T1 ആൻഡ് T2 ഡിവൈഡ്സ് P and Q respectively. But when we are finding this one, it will be independent of T1 and T2. We do not have T1 and T2. എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. So let us take what is slope of OM and let us take consider the slope of PQ. So slope of PQ ആണ് ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ x1 y1 ആൻഡ് x2 y2 എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റ്സിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് dy/dx അല്ലേ? ഓർ y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1. സോ സ്ലോപ്പ് ഓഫ് PQ, ഇവിടെ നമ്മൾക്ക് സ്ലോപ്പ് ഓഫ് PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y2 - y1 divided by x2 - x1 ആണ്. This is y2 - y1 divided by x2 - x1, or in vice versa, y2 - y1 divided by x2 - x1. So b sin t2 minus b sin t1 divided by a cos t2 minus a cos t1. So that will be PQ. So slope of PQ is equal to b sin t1 minus b sin t2 divided by a cos t1 minus a cos t2. So this will be the slope of PQ. So slope of PQ is equal to b sin t1 minus b sin t2 divided by a cos t1 minus a cos t2. You can take the in the reverse order also. PQ ന് നമ്മൾ പകരം നമുക്ക് QP എന്നുള്ളത് എടുത്താലും ഇതേപോലെ തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് QP എന്ന് പറഞ്ഞെടുക്കാം. സ്ലോപ്പ് ഓഫ് PQ ഓർ സ്ലോപ്പ് ഓഫ് QP, ഇറ്റ് വിൽ ബി സെയിം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ചു വരുന്നുള്ളൂ. ബട്ട് ആസ് പെർ ദ ടെക്സ്റ്റ് ബുക്ക് ഐ എം റൈറ്റിംഗ് ദിസ് b sin t1 minus b sin t2 divided by a cos t1 minus a cos t2. നിങ്ങൾ തിരിച്ച് എഴുതിയാലും രണ്ടെണ്ണത്തിൽ നിന്ന് നെഗറ്റീവ് കോമൺ ആയിട്ട് എടുത്താലും നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടുള്ളൂ. ഓക്കെ, b sin t2 minus b sin t1 എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ b sin t2 minus b sin t1 divided by a cos t2 minus a cos t1 എടുത്തു എന്ന് വെച്ചോ. രണ്ട് ഇക്വേഷനിൽ നിന്നും ഞാൻ നെഗറ്റീവ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. സോ ഇറ്റ് ഈസ് ഒബ്വിയസ്, രണ്ടെടുത്താലും നിങ്ങൾക്ക് സെയിം തന്നെയാണ്. സോ b കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് b by a into sin t1 minus sin t2 divided by cos t1 minus cos t2. Okay, so this is the slope of PQ. So this is 1. Slope of PQ 1. Now what is slope of OM? Slope of OM ആണ് നമ്മൾ കണ്ടുപിടിക്കണേ. Again OM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OMൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 - x1 the whole square, sorry y2 - y1 divided by x2 - x1. So y2 I am taking to be m, that is point 2 is m and point 1 is o, so that I can directly write I can directly neglect the negative values. അതുകൊണ്ടാണ് ഇന്ന് എങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല. So y2 minus y1 divided by x2 minus x1. So y2 is this one, by b by 2 sin t1 plus sin t2 minus y1, that is 0. So y2 minus y1 will become എന്ത് വരും? This is equal to b by 2 into sin t1 plus sin t2. This is y2 minus y1. Minus y1 is 0, so minus 0 divided by x2 minus x1. x2 minus x1, x2 is a by 2 cos t1 plus cos t2 minus 0. So this is equal to a by 2 into cos t1 plus cos t2 minus 0. So നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? ഈ 0 minus 0 can be cancelled. നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം. And 2 by 2 will get cancelled, or this can be rewritten as this is equal to
b sin t1 plus sin t2 b by a into എന്ത് കിട്ടും sin t1 plus sin t2 divided by cos t1 plus cos t2. This is equation number 2. Okay, this is equation number 2. So this is slope of OM. So slope of OM is b by a into sin t1 plus sin t2 divided by cos t1 plus cos t2, and slope of PQ is b by a into sin t1 minus sin t2 divided by cos t1 minus cos t2. So if you are taking the product, we will have b by a twice. നമുക്ക് രണ്ടിടത്തും b by a ഉണ്ട് അല്ലേ? So b by a into b by a will become b by a the whole square or b square by a square. So slope of PQ into slope of OM, it is equal to b by a into നമുക്ക് slope of PQ എന്താണ് കിട്ടിയത്? Slope of PQ was sin t1 plus minus sin t2 divided by sin t1 plus minus sin t2 divided by cos t1 minus cos t2 into slope of OM was b by a into sin t1 plus sin t2 divided by cos t1 plus cos t2. So this will become b square by a square into sin t1 minus sin t2 into sin t1 plus sin t2. So a minus b into a plus b, that is a square by b square. So it will become sin t1 square minus sin t2 sin square t1 minus sin square t2. So it will be sin square t1 minus sin square t2 divided by cosന്റെ എന്ത് വരും? a minus b into a plus b. a minus b into a plus b എന്ന് പറയുന്നത് എന്താണ്? a square minus b square അല്ലേ? So cos t1 square or cos square t1 minus cos square t2 ഇതായിരിക്കും നമുക്ക് വരുന്നത് അല്ലേ? സോ ഇതിൽ നിന്ന് നമുക്ക് we have the trigonometric equation cos square t plus sin square t equal to 1. So we can substitute cos square t as 1 minus sin square t, or cos square t1 will become 1 minus sin square t1 and cos square t2 will become 1 minus sin square t2. So this equation slope of OM into slope of PQ will become b square by a square into sin square t1 minus sin square t2 divided by 1 minus sin square t1, that is the substitution for cos square t1, and minus 1 minus sin square t2. This is the equation for cos square t2. Okay, so if I am opening the bracket in the denominator, we will get b square by a square into sin square t1 minus sin square t2 divided by 1 minus sin square t1 minus 1 plus sin square t2. Okay, I am opening the brackets. Bracket open ചെയ്ത് കഴിഞ്ഞു മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? -1 + 1 ഗെറ്റ് ക്യാൻസൽഡ്. നൗ ഡിനോമിനേറ്ററിനെ അപ്പോൾ എങ്ങനെ എഴുതാൻ സാധിക്കും? ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് sin square t2 minus sin square t1 അല്ലേ? ഇങ്ങനെ കിട്ടും. പക്ഷേ അതിൻ്റെ നെഗറ്റീവാണ് മുകളിലുള്ളത്. sin square t1 minus sin square t2ഉം sin square t2 minus sin square t1ഉം തമ്മിൽ എന്ത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ? ഒരു നെഗറ്റീവിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ നെഗറ്റീവ് ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ this equation will become b square by a square into minus of sin square t2 minus sin square t1 divided by sin square t2 minus sin square t1 minus sin square t1. Okay, so ഇതിലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ആയി. You will get minus b square by a square. So that is the equation for slope of PQ into slope of AM. Now നോക്കൂ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ എന്ത് മാത്രമേ ഉള്ളൂ? ബിയും എയും മാത്രമേ നമുക്കുള്ളൂ. So this is the equation for slope of PQ into slope of OM. So നമ്മൾ ഒയും എമ്മും പിയും ക്യൂവും എങ്ങനെ വേണമെങ്കിലും നമ്മൾ എടുത്തോളൂ. നമ്മൾക്ക് പക്ഷേ എന്താണ് സ്ലോപ്പ് ഓഫ് പി ക്യൂവും സ്ലോപ്പ് ഓഫ് ഇ എമ്മിൻ്റെയും കൂടെ പ്രൊഡക്റ്റ് പിയിനെയോ ക്യൂവിനെയോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത്.
ഓക്കെ, പിയും ക്യൂവും എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിനെ രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യാതെയാണ് നമുക്ക് എന്ത് വന്നേക്കുന്നത്, സ്ലോപ്പ് ഓഫ് പി ക്യൂ ഇൻറ്റു സ്ലോപ്പ് ഓഫ് ഒ എം എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടിയേക്കുന്നത് അല്ലേ. നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് എന്താണ് നമുക്ക് കിട്ടിയേക്കുന്നത്, -b²/a². ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ. ദാറ്റ് വി വിൽ ഗെറ്റ് ഫ്രം ദി ഗിവൺ ഇക്വേഷൻ. നമുക്ക് ഇക്വേഷനിൽ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് x²/a² + y²/b². സോ എയും ബിയും ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള സാധനങ്ങളാണ്. അതിനെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പി ക്യൂവിൻ്റെ സ്ലോപ്പും ഒ എമ്മിൻ്റെ സ്ലോപ്പിൻ്റെ പ്രൊഡക്റ്റ് ഡിസൈഡ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. Okay, so that is independent of the choice of T1 and T2. So whatever be the point P and whatever be the point Q, this expression depends only on B and A. Okay, so this is just a question regarding the equation of the ellipse. ഇതുപോലെ ഒരു പ്രോബ്ലം കൂടി ഉണ്ട് ടെക്സ്റ്റിൽ, ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം തന്നെയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മളിനി ഹൈപ്പർബോള എന്ന് പറയുന്ന കോണിക് സെക്ഷനെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൈപ്പർബോളയുടെ ഇതേപോലെ തന്നെ നമ്മൾ പരാബോള ചെയ്തു, എലിപ്സ് ചെയ്തു, അതേപോലെ തന്നെ ഹൈപ്പർബോളയുടെയും നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് കാണും, കുറച്ച് ഡെഫിനിഷൻസ് കാണും. ആൻഡ് വി വിൽ ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ ആൻഡ് ഫൈനലി വി വിൽ ഹാവ് എ പ്രോബ്ലം ഓൺ ഓർ ഇക്വേഷൻസ്. നമ്മളത് കണ്ടുപിടിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ നിർത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഹൈപ്പർബോള എന്ന് പറയുന്നതിൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതോടെ നമ്മൾ എലിപ്സ് എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഐ വിൽ ബി റെഡി ടു സോൾവ് ദി ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം നോക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.